ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് മാറ്റി സുന്ദരനും സുന്ദരിയും ആയിട്ട് നമ്മളിന്ന് വാഗേരിക്കാണ് പോകുന്നത്. ഇന്ന് എൻ്റെ ഉപ്പാപ്പാൻ്റെ 5ാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ വാഗേരി മുജുമാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആണ്ട് നടത്തുന്നത്. ഉച്ചയ്ക്ക് നമ്മളെ വീട്ടിലും അതുപോലെ വൈകുന്നേരം ദർസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്, ആണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ദർസിലേക്ക് പോകുന്നു കേട്ടോ. നമ്മളിവിടെ ദർസ് എന്നാണ് പറയുന്നത്. ഇത് ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയാണ് കേട്ടോ. ഒരുപാട് ഹുദവി മക്കളൊക്കെ ഉണ്ട്. 5ാം ക്ലാസ് മുതലാണ് കേട്ടോ ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ നമ്മളെ ആണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദർസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട് കേട്ടോ, കുടുംബാംഗങ്ങൾ. ആണുങ്ങളെല്ലാവരും പള്ളിയിലും നമ്മൾ മുകളിലും ആയിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ മൗലൂദൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. നമുക്കിനി ചായയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഹുദവി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവരെയും വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി. ഇവിടെ ഒരുപാട് ജില്ലയിലത്തെ മക്കൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവരെയൊക്കെ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എല്ലാവരും കൂട്ടത്തോടെ ഇങ്ങനെ വരുന്ന കാണാൻ. മക്കളെയൊക്കെ കാണുമ്പോൾ ഒരു രസം കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പോൾ ചായ ടൈമാണ്. ഇന്നിപ്പോൾ നമ്മളെ മൗലൂദും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇവർക്ക് ചിക്കൻ റോളും ചായയൊക്കെയാണ്. അപ്പോൾ നമുക്കും ഉണ്ട് കേട്ടോ അവരപ്പുറം തന്നെ ചായ, ചിക്കൻ റോളും ചായയൊക്കെ കുടിച്ചു. നമ്മൊരു ഹായ് പറയൂ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ മാമൻ. അപ്പോൾ മാമനോട് നമുക്ക് ആണ്ടിനെ പറ്റി ചോദിക്കാം. ആണ്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആണ്ടൊക്കെ എന്താ നല്ല രീതിയിൽ നടന്നു. നമ്മൾ ഒത്തുകൂടലാണല്ലോ ആണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തുകൂട്, കുടുംബങ്ങൾ ഒത്തുകൂടുക, ദുആ ചെയ്യുക. ഇനി എല്ലാവരും ദുആ ചെയ്യുക. അതെ, നിങ്ങളെ ദുആയിൽ ഞങ്ങൾ ഉപ്പാപ്പാനെയും കൂടെ ഉൾപ്പെടുത്തുക. ഹായ് ഹായ് പറയുമോ? ചായ കുടിയൊക്കെ കഴിഞ്ഞു. മൂത്തുമാരും എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും ഓരോ ഹായ് പറയുകയാണ്. അങ്ങനെ അല്ലുനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അല്ലുവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സ്മാൽ മാമനും വന്നു. അങ്ങനെ മാമൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ എപ്പോഴും ഇരിക്കും പോലെ ഒരു ഇരുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ കഥകളൊക്കെ പറഞ്ഞ് അഞ്ജുവിൻ്റെ കോളേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക.